ഒരു പ്രത്യേക ഒരു കാര്യം എന്ന് ഉണർത്താൻ വേണ്ടി വന്നതാണ്. ആ ലാൻഡിൽ മണ്ണ് വർദ്ധിക്കാനോ അത് നികത്താനോ നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾ ഒരു വീട് നിർമ്മിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ കയ്യിലുള്ള ലാൻഡുമായിട്ട് ആർക്കിടെക്റ്റിനെ പോയി സമീപിക്കാം. ഗ്രൗണ്ട് ഫ്ലോറിലാണ് നിൽക്കുന്നത്, എന്നാൽ പോലും നമുക്കൊരു ഹൈറ്റ്, ഒരു സ്റ്റേജ്. ഇതുപോലത്തെ ഒരു ഡോറ് നിങ്ങൾ പാലസുകളെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾക്കൊക്കെ സന്തോഷം, നിങ്ങളെപ്പോലത്തെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ചെയ്യുമ്പോൾ അത് വെക്കേണ്ട സ്ഥലത്ത് വെക്കുമ്പോൾ നമുക്കൊരു പ്രൗഡാണ്. ഹലോ, വീടൊരുക്കുന്നവരെ ഒരു പ്രത്യേക ഒരു കാര്യം ഉണർത്താൻ വേണ്ടി വന്നതാണ്. നിങ്ങളെ ലാൻഡ്സ്കേപ്പ് ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ വീട് വയ്ക്കുന്നതിന് മുന്നേ ലാൻഡ് ഏത് ഘട്ടത്തിലാണോ കിടക്കുന്നത് ആ രീതിയിൽ നിങ്ങൾ ആർക്കിടെക്റ്റിനെ സമീപിക്കും. എന്നാൽ അതിനനുസരിച്ചുള്ള വീടുകൾ ഒരു സെറ്റ് ചെയ്യും. നമ്മൾ മൊത്തം JCBനെ വിളിച്ച് മണ്ണൊക്കെ എടുത്തിട്ടാണ് വീട് ഒരുക്കണമെങ്കിൽ ഒരു പക്ഷേ നമ്മളെ വീട് ഭംഗിയാക്കാൻ നമുക്ക് പ്രകൃതി തന്നിട്ടുള്ള ഭംഗി തന്നെ നഷ്ടപ്പെടുത്തേണ്ട അവസ്ഥ. ഇവിടെ ഒരു വെറൈറ്റി വീടുമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പ്രകൃതി ആർക്കിടെക്ട് നസീർ സാർ ചെയ്തിട്ടുള്ള റഹീം കാപ്പിലിൻ്റെ വീടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലെ ലാൻഡിൽ മണ്ണ് കിടങ്ങുന്ന അതേ രീതിയിൽ തന്നെയാണ് ഈ ഭൂമിയെ സെറ്റ് ചെയ്തിട്ടുള്ളത്. കയറി വരുമ്പോൾ കണ്ടോ, റോട്ടിൽ നിന്ന് നല്ല ചെറിയ രീതിയിൽ സ്ലോപ്പ് കയറ്റം ബബിൾസ് ഇട്ടിട്ടുണ്ട്. നല്ല കല്ലുകൾ പാകിയിട്ടുള്ള മുറ്റാണ് കയറി വരുമ്പോൾ തന്നെ കാണുന്നത്. വിശാലമായിട്ടൊരു യൂറോപ്പ് ടച്ചുള്ള ഒരു കാർ പോർച്ച്, 2 പില്ലറുമേ നല്ല ക്ലാഡിംഗ് ഒക്കെ ചെയ്തിട്ട് സ്റ്റോണിൽ ചെയ്തിട്ടുള്ള ഒരു നല്ല രസമായിട്ട് സ്ട്രക്ചർ ചെയ്തിട്ടുള്ള ഒരു കാർ പോർച്ചിലേക്കാണ് വണ്ടി എത്തിക്കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ അസ്റ്റിക്കിൻ്റെ ഭംഗിയും അതുപോലെ പ്ലാൻസ് കൊണ്ട് നിറച്ചിട്ടുള്ള ആർക്കിടെക്ചർ മാജിക് എന്ന് പറയുന്ന അപാരമായ ആർക്കിടെക്ചർ മാജിക് ചെയ്തിട്ടുള്ള ഒരു വീടാണ്. 5500 സ്ക്വയർ ഫീറ്റാണ് വീട്. ഈ വീട് കണ്ടാൽ നിങ്ങൾ പറയും ഇതൊരു 10000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഈ സൈഡിലൂടെ ലാൻഡ്സ്കേപ്പ് ചെയ്ത് കണ്ടില്ലേ, നല്ല രസകരമായ പ്ലാന്റ്സ് ഒക്കെ ചെയ്ത് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ള വീടിൻ്റെ ഏറ്റവും വലിയ ഭംഗി ഈ സിറ്റ് ഔട്ടാണ്. ഞാൻ അതാ പറഞ്ഞത്, നിങ്ങൾ ഒരു വീട് നിർമ്മിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ കയ്യിലുള്ള ലാൻഡുമായിട്ട് ആർക്കിടെക്റ്റിനെ പോയി സമീപിക്കുക. ആ ലാൻഡിൽ മണ്ണ് എടുക്കാനോ അത് നികത്താനോ ഒന്നും നിങ്ങൾ ചിന്തിക്കരുത്. ആർക്കിടെക്റ്റിന് അതിനൊരു ഐഡിയ ഉണ്ടാവും. ഈ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് രസമാണെന്നറിയോ, വയനാടിൻ്റെ ഭംഗി ഈ സിറ്റ് ഔട്ടിൽ ഒരു സ്റ്റേജിൽ ഇരുന്ന് കാണുന്നത് പോലെ പ്രകൃതി ഇങ്ങനെ കാണാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള സിറ്റ് ഔട്ടാണ്. ചുമരിലൊക്കെ ചെയ്തിട്ടുള്ളത് സ്റ്റോൺ ആണ്. സിറ്റ് ഔട്ടിലിരിക്കുന്ന റാക്ക് കണ്ടില്ലേ, വിൻഡോയുടെ സൈഡിൽ ഇരിക്കുന്ന റാക്ക് പക്ക നമുക്ക് നാച്ചുറൽ ഫീൽ ചെയ്യുന്ന രീതിയിൽ ഇരിക്കാൻ പറ്റുന്ന കരിങ്കല്ലിൻ്റെ തണുപ്പ് കിട്ടുന്ന സിറ്റ് ഔട്ട്. ഫ്ലോറിൽ വിരിച്ചുള്ള ഇറ്റാലിയൻ മാർബിളാണ്. അതുപോലെ തന്നെ സിമെൻറ്റ് ഫിനിഷിലാണ് ടെക്സ്ചറിങ് ചെയ്തിട്ടുള്ളത്. നല്ല രസകരമായിട്ട് എക്സ്റ്റീരിയർ ചെയ്തിട്ടുള്ള ഈ വീടിൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീടിന് ഇഷ്ടപ്പെടുന്ന ആളുകൾ, വീട് ഒരുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ഉപകാരമുള്ള ടിപ്സുള്ള വീഡിയോസാണ്. നമുക്ക് അകത്തേക്കൊന്ന് കയറി നോക്കാം. മാത്രമല്ല, ഈ വീട് നിർമ്മിച്ച ആർക്കിടെക്ട് നസീർ സാറിനെ ഒന്ന് പരിചയപ്പെടാം. അതിൻ്റെ മുൻപായിട്ട് ഈ ചെയ്ത ഡോറ് കണ്ട വീടിൻ്റെ ഭംഗി നിയന്ത്രിക്കുന്നത് ഇതേ ടെക്സ്ചർ ഫിനിഷിൽ വരുന്ന രീതിയിൽ തന്നെ ഡോർ ചെയ്തിട്ടുണ്ട്. എന്ത് രസമാണല്ലേ, നല്ല ഹൈറ്റിലാണ് ഡോർ ചെയ്തിട്ടുള്ളത്. നല്ല രസകരമായിട്ടുള്ളൊരു ഡോറാണ്. അത് നമുക്ക് അകത്തേക്ക് കടക്കുമ്പോൾ കാണാൻ പോകുന്നത് മാജിക്കാണ്, ആർക്കിടെക്ചറൽ മാജിക് ആണെങ്കിൽ അകത്തേക്ക് വരും. നസീർ സാറെ, കൺഗ്രാജുലേഷൻ. ഒന്നിനൊന്ന് മികച്ച വീടുകളുമായിട്ടാണ് നിങ്ങളെ ഓരോ പ്രൊജക്റ്റും കാണാൻ പറ്റുന്നത്. കണ്ണിന് കുളിർമ വരുന്നത് ഒരു വീട് ഒരുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന വെറൈറ്റി വീടുകളുമായിട്ടാണ് ചെയ്യുന്നത്. നസീർ സാറ്, എന്താണ് ഈ വീടിൻ്റെ ഒരു കൺസെപ്റ്റ്? ഈ വീടിൻ്റെ ഒരു കോൺസെപ്റ്റ് പറയുകയാണെങ്കിൽ, ഇത് നല്ല ഹൈറ്റുള്ള ലാൻഡായിരുന്നു. നമ്മൾ ക്ലയൻറ്റ് വന്ന് സംസാരിച്ചപ്പോൾ അവർ മണ്ണ് കട്ട് ചെയ്തിട്ട് മണ്ണ് താത്താനുള്ള ഒരു ആഗ്രഹത്തിലായിരുന്നു നിൽക്കുന്നത്. നമ്മളാണ് അവരോട് സഹിച്ചത് ഉള്ള ഹൈറ്റിൽ കീപ്പ് ചെയ്തിട്ട് വീട് ചെയ്തിട്ട് സറൗണ്ടിങ് മണ്ണ് താത്തിയിട്ട് വീടിൻ്റെ ഹൈ പൊസിഷനിൽ നിർത്താം. നല്ല കാറ്റ്, എയർ സർക്കുലേഷൻ, വെന്റിലേഷൻ, നല്ല വ്യൂ കിട്ടുന്നതാണ്. അതവർ അക്സെപ്റ്റ് ചെയ്യും. ആ പ്രകാരമാണ് ഈ വീട് ഉയരത്തിലുണ്ടാക്കിയ സെറ്റ് ചെയ്യാൻ ചെയ്തത്. അത് നിങ്ങളെ സെറ്റിലെ പ്രകൃതിയെ മാക്സിമം ചൂഷണം ചെയ്ത് നിങ്ങളെ സിറ്റ് ഔട്ടിൽ ഇരിക്കുമ്പോൾ തന്നെ വയനാട്ടിലെ ഒരു സ്റ്റേജിൽ ഇരുന്ന് വയനാടിനെ നോക്കുന്ന പോലെ ഒരു ഫീൽ കിട്ടുന്നത്. ശരിക്ക് ലാൻഡ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആർക്കിടെക്റ്റിനെ സമീപിക്കണം. കാരണം കഴിവുള്ള ആർക്കിടെക്റ്റിനെ സമീപിച്ചാൽ ആ ലാൻഡിൽ നിങ്ങൾക്കൊരു സ്വർഗ്ഗ കൊട്ടാരം പണിയാൻ അവർക്കൊരു വിഷൻ ഉണ്ടാവും. നമുക്ക് ഒരുപക്ഷെ ആ ലാൻഡ് കണ്ടം ലാൻഡ് അല്ലെങ്കിൽ തട്ടായിട്ടുള്ള ലാൻഡൊക്കെ ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷേ അതിലൊരു സ്വർഗ്ഗ വീട് ഒരു ആർക്കിടെക്റ്റിന് മനസ്സിലുണ്ടാവും. പ്രകൃതി നമുക്ക് മുന്നിൽ വെക്കുന്നതും അതാണ്. ഇത്ര രസകരമായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഈ ലിവിങ് ഏരിയയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ലിവിങ് ഏരിയയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര സ്പേസാണ്. നല്ല സുഖമായിട്ട് നല്ല കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സോഫ. ഇമ്പോർട്ടൻ്റ് ആണ് സാർ സോഫയ്ക്ക് ഇവിടെ തന്നെ ചെയ്തത്. നല്ല രസമാണ്. ഫുൾ ലെങ്ത്തിലാണ് ഗ്ലാസ് കൊടുത്തിട്ടുള്ളത് അല്ലേ. ഇതേപോലെ കർട്ടൻ കണ്ടോ, ഫുൾ ലെങ്ത്തിൽ കർട്ടൻ കൊടുത്തുകൊണ്ട് പുറത്തേക്ക് നമുക്ക് കാണാൻ പറ്റും. ഡബിൾ ഹൈറ്റിലാണ് പച്ചപ്പ് ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റുന്ന പകൽ സമയങ്ങളിലും ഈവനിങ് സമയത്തും ഇതിങ്ങനെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ആ ഭംഗി. മാത്രമല്ല, സാറ് നേരത്തെ പറഞ്ഞ പോലെ മണ്ണ് കട്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിലാണ് നിൽക്കുന്നത്, എന്നാൽ പോലും നമുക്കൊരു ഹൈറ്റ്, ഒരു സ്റ്റേജ് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ആ മണ്ണ് കട്ട് ചെയ്യാതെ ലാൻഡ് ആർക്കിടെക്റ്റിന്റെ ഇഷ്ടത്തിന് ലാൻഡ് കൈമാറിയതുകൊണ്ട് കിട്ടിയ സ്ലൈഡിംഗ് ഡോർ സ്ലൈഡിംഗ് ഡോറാണ്. സ്ലൈഡിംഗ് ഡോറാണ്. കാറ്റും വിളിച്ചു. യെസ്. ഇത് അതായത്
ഇത് മൾട്ടി ടാലന്റ് ആണ്, അതായത് മൾട്ടി ടാലന്റ് ഉള്ളവർ ചെയ്തതാണ്. കാരണം ഇവിടെ ഒരു റിസോർട്ട് ബിൽഡ് ചെയ്യും വൈകുന്നേരങ്ങളിൽ, അതുപോലെ രാവിലെയൊക്കെ വയനാടിനെ തൈകി വരുന്ന കുളിർക്കാറ്റുകൾ ഇങ്ങനെ കൊണ്ട് നിൽക്കാൻ പറ്റുന്ന റൊമാൻറ്റിക് റിസോർട്ടുകൾ ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെ ഇങ്ങനെ നിൽക്കുക ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിസോർട്ട് ഫീൽ ചെയ്യുന്ന ആ വയനാടിൻ്റെ പ്രകൃതി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലേസിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇതുപോലത്തെ ഒരുപാട് ടിപ്സുമായിട്ട് ഈ വീടിൻ്റെ ഓരോ ഭാഗങ്ങളും നമുക്ക് കണ്ടു നോക്കാം. ഇതിൻ്റെ കൂടെ നസീർ സാറെ സഹായിച്ചിട്ടുള്ള നസീർ സാറെ അസിസ്റ്റൻറ്റ് നമ്മളെ കൂടെ നിൽക്കും. നമുക്ക് വീഡിയോസ് ഒന്ന് കണ്ടു നോക്കാം. ഹാളിലേക്ക് കയറിയാൽ നമ്മളിവിടെ കിട്ടുന്നത് പറഞ്ഞാൽ നിങ്ങളെ കൂടെ ഒരു മെനക്കെട്ടിട്ടാണെങ്കിലും ഒരു ഫീലാണ്, ഒരു റിസോർട്ട് ഫീലാണ് അല്ലേ? കയറി വരുമ്പോൾ ഇറ്റാലിയൻ മാർബിളാണ് ഫ്ലോറിൽ. എന്താണ് ഇതിനെ കുറിച്ചിട്ട് ഈ ലിവിങ്ങിനോട് ചേർന്നിട്ട് ഡൈനിങ് ടേബിളും അതൊരു വെറൈറ്റി ടേബിൾ, അതിനെ കുറിച്ചൊന്ന് പറഞ്ഞാൽ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഡബിൾ ഹൈറ്റ് ഡോറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു സ്പേഷ്യസ്നെസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡബിൾ ഹൈറ്റ് ഇവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. മാക്സിമം ഡബിൾ ഹൈറ്റ് ഈ കോമൺ ഏരിയാസിൽ മാക്സിമം ഡബിൾ ഹൈറ്റ് കീപ്പ് ചെയ്തുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ ഒരു സെപ്പറേഷൻ ഇല്ലാതെ ചെയ്യാനതിൻ്റെ കാരണം തന്നെ ആ ഒരു സ്പേഷ്യസ്നെസ് ഫീൽ ചെയ്യുക എന്നുള്ള ഉദ്ദേശം കൊണ്ട് ആയിരുന്നു. ഈവൻ ക്ലയൻറ്റിനും താല്പര്യം ഇങ്ങനെ ഒരു മറവ് വേണ്ട എന്നുള്ള ഒരു പുതിയ കൺസെപ്റ്റിൽ തന്നെയായിരുന്നു അവർ ആഗ്രഹിച്ചിരുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഫർണിച്ചേഴ്സും കാര്യങ്ങളും, അതുപോലെ തന്നെ മാക്സിമം വെന്റിലേഷൻ, കൂടുതൽ എയർ സർക്കുലേഷൻ വരുന്ന ഒരു ഭാഗമാണ് ആ ഒരു ഭാഗം. ഈവൻ നമ്മളിവിടെ ഫാൻ പോലും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. നമുക്ക് ആ സ്ലൈഡിങ് ജിക്കോൺ ടീമിൻ്റെ അലൂമിനിയം ആ സ്ലൈഡിങ് തുറന്നു വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ബാൽക്കണി ഫീല് കിട്ടും. അതായത് നമുക്ക് ലിവിംഗ് ഏരിയ ഒരു റിസോർട്ട് ഫീലാക്കി മാറ്റാം. കട്ടൺ മാറ്റി കഴിഞ്ഞാൽ ഈവനിങ്ങിലുള്ള ആ തണുത്ത കാറ്റുകളും വയനാടിന്റെ പ്രകൃതിയെ ചൂഷണം ചെയ്തിട്ടുള്ള ഡിസൈനിങ് ഏറ്റവും കൂടുതൽ കാറ്റും അതുപോലെ മാത്രമല്ല ഈ ലൈറ്റിംഗ് നിങ്ങൾ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്, കസ്റ്റമൈസ്ഡ് ആയിട്ട്. അതായത് നമുക്ക് ആ ലൈറ്റ് അങ്ങനെ തൂങ്ങി നിൽക്കുമ്പോൾ ചൈനയിലൊക്കെ ഒരു മാളിലൊക്കെ പോയി നിൽക്കുന്ന ഒരു ഫീൽ, കാരണം ആ ലൈറ്റിംഗ് താഴോട്ട് അതിലൂടെ വരൂലേ, ഭയങ്കര രസമായിട്ട് ചെയ്യുന്നത്. ഈ വെറൈറ്റി ആയിട്ടാണ് ടാബ്ലോ ചെയ്തിട്ടുള്ളത്. അതെ, അതും ഇവിടേക്ക് ഒരു ഫ്ലോലെസ്, ഈവൻ അതും നമ്മളൊരു സ്ക്വയർ ഷേപ്പിലല്ല, എല്ലാം ഒരു എന്താ കോർണർലെസ് ആയിട്ടാണ് ഡിസൈൻ, ഒരു അട്രാക്ഷൻ കിട്ടുന്നതിന് വേണ്ടി ചെയ്തായിരിക്കും. മാത്രമല്ല അവിടെ നല്ലൊരു ബേബിൻ്റെ ഉണ്ട്. ഇവിടെ ആരെങ്കിലും കുടുംബക്കാരൊക്കെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അവരോട് കൊച്ചു കൊച്ചു വർത്തമാനം പറഞ്ഞ് അവരെ സൽക്കരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ബേബിൻ്റെ സെറ്റ് ചെയ്തിട്ടുള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളെ ഒരു വർക്ക് എന്ത് ഇഷ്ടപ്പെട്ടെന്നല്ലേ, വാഷ് ബേസിൻ ഇതിന്റെ ഏരിയ സെറ്റ് ചെയ്തില്ല. ടെക്സ്ചറിംഗ് ആണ് ഇതിന്റെ വോളിൽ കൊടുത്തുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ടെക്സ്ചറിംഗ്. എന്ത് ടെക്സ്ചറിംഗ് ആണ് ചെയ്യുന്നത്? ഇതൊരു ടെക്സ്ചർ പെയിന്റ്, നോർമൽ ടെക്സ്ചർ പെയിന്റ് തന്നെ. ഇത് നമ്മൾ ഡബിൾ കളർ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ടെക്സ്ചർ അപ്ലൈ ചെയ്യാണ്. ഇതെന്താണ് സംഭവം? ഇത് ഒരു ഡിസൈൻ വാളായിട്ട് നമ്മൾ കൺസ്ട്രക്ഷൻ സമയത്ത് തന്നെ ബ്രിക്ക് വെച്ചിട്ട് തന്നെ നമ്മൾ വാള് കെട്ടിയിട്ട് ഇതിൽ മുൻകൂട്ടി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പെയിന്റിങ്. പിന്നെ വെറൈറ്റി ആയിട്ടുള്ള വാഷ് ബേസിന്റെ യൂണിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. വാഷ് ബേസിന്റെ യൂണിറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് നാച്ചുറൽ ഫീൽ ചെയ്യുന്ന കരിങ്കല്ലോണ്ട് ഉണ്ടാക്കിയത് പോലത്തെ ഒരു വാഷ് ബേസിനും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ചെയ്തിട്ടുള്ളത് ഇത് ടൈലാണോ? അത് GFRC മെറ്റീരിയലാണ്. GFRC മെറ്റീരിയൽസ് അല്ലേ? PU പെയിന്റ് അപ്ലൈ ചെയ്യാണ്. നല്ല രസമായിട്ടുള്ള PU പെയിന്റ് അപ്ലൈ ചെയ്തിട്ടുള്ള GFRC മെറ്റീരിയൽസ് ആണ്. മിറർ, നല്ല ഗ്ലാസ് മിററും അതുപോലെ തൂങ്ങി നിൽക്കുന്ന ടാപ്പാണ് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നല്ല രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. കോമ്പൗണ്ട് വാളിനെ പോലും റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പ്ലേസ് ആക്കി മാറ്റിയിട്ടുണ്ട്. നമ്മൾ സാധാരണ വീടിന്റെ കോമ്പൗണ്ട് വാൾ എന്തിനാ? നമ്മളെ പറമ്പിന്റെ അതിർത്തി വെക്കാൻ, അതിനെ വരെ നമ്മളെ വീടിന്റെ പാട്ടാക്കി എടുത്തിട്ടുള്ളതാണ് ഇവരുടെ ഒരു പ്രത്യേകത. കാരണം കയറി വരുമ്പോൾ നമ്മൾ സ്റ്റെയറിന്റെ താഴത്ത് നല്ല ഒരു പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്, ബബിൾസ് കൊടുത്തിട്ടുണ്ട് അല്ലെ, സ്റ്റോൺസ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഒരു നമുക്കൊരു നാച്ചുറലിനോട് പ്രകൃതിയോട് ഇണങ്ങിയ രീതിയിലാണ് ചെയ്തിട്ടുണ്ട്. അതിന് നമ്മളിപ്പോ ഈ ആടുന്ന ഊഞ്ഞാലിന്റെ ബേക്കിൽ കാണുന്നത് ഇവിടെ കോമ്പൗണ്ട് പോകണം. ഇതിന്റെ മുകളിൽ എന്ത് ഗ്ലാസ് കൊടുത്തുള്ളത്? ഫ്രോസ്റ്റഡ് ഗ്ലാസ് ആണ്. ഫ്രോസ്റ്റഡ് ഗ്ലാസ് കൊടുത്തു. അവിടെ മോസ്കിറ്റോ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് മോസ്കിറ്റോ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ബാക്കിൽ എന്ത് ചെയ്തു? ഒരു വെർട്ടിക്കൽ ഗാർഡൻ പോലെ അവിടെ പ്ലാന്റ്സുകൾ കൊടുത്തോട് കൂടെ നമ്മളൊക്കെ വേസ്റ്റ് ആയിട്ട് പോകുന്ന കോമ്പൗണ്ട് വാളിനെ വീടിന്റെ ഭാഗമാക്കി മാറ്റി. മാത്രമല്ല എനിക്ക് തോന്നുന്നു ഈ വീടിന്റെ ഒരു റൊമാൻറ്റിക് പ്ലേസ്, പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ്, അതോ പബ്ലിക് ആയിട്ട് നമുക്ക് വിഷയം കാണാനും കാറ്റുള്ളത്, ഈ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള പ്രൈവറ്റ് പ്ലേസ് ആക്കി മാറ്റി. അതാണ് ഒരു ആർക്കിടെക്ചറൽ മാജിക് എന്ന് പറയുന്നത്. നമ്മളെ ലാൻഡിനെ നമുക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലേക്ക് മാറ്റുമ്പോഴാണ് ഒരു അവിടെയൊക്കെയാണ് പ്രകൃതി ആർക്കിടെക്ചറിന്റെ ഒക്കെ ഒരു ആവശ്യം കസ്റ്റമേഴ്സിന് ആവശ്യമായിട്ട് വരുന്നത്. വളരെ രസകരമായിട്ട് ചെയ്തിട്ടുള്ള ഒരു ഫാമിലി ഡിസ്കഷൻ ഏരിയ, ഒരു TV യൂണിറ്റ്. ഇവിടെ തന്നെയാണ് നമ്മുടെ CCTVയുടെ ഫുൾ ആംബിയൻസ്. അതെ, രണ്ട് രീതി ഈ വീട്ടിൽ കിട്ടും. മുന്നിൽ നമുക്കൊരു റിസോർട്ട് ഫീല്, പബ്ലിക്കായിട്ട് ആളുകൾ കാറ്റ് വിളിച്ച് കിട്ടുന്ന കാണുന്ന സ്ഥലം. ഇവിടെ ഒരു അതായത് റൊമാൻറ്റിക് പ്ലേസ് എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് ഏരിയ ആണ്, ഒരു ഫാമിലി പ്രൈവറ്റ് ഏരിയ. അതിന് ആ സ്ഥലം തന്നെ നിങ്ങൾ സെലക്ട് ചെയ്തു, ആ കോമ്പൗണ്ട് വാളിനെ വീടിന്റെ ഭാഗമാക്കി മാറ്റി എന്നുള്ളതാണ് ഏറ്റവും രസം. പ്രോപ്പർ എയർ സർക്കുലേഷൻ നമുക്ക് അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ മോസ്കിറ്റോ മെഷ് ചെയ്തതുകൊണ്ട് തന്നെ എയർ സർക്കുലേഷൻ ആയിട്ട് പോകും. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ഓരോ പാർട്ടുകൾ കണ്ടു നോക്കാം. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് അല്ലേ? നല്ല രസകരമായിട്ട് ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്ത് മെറ്റീരിയൽസ് ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്?
ഇത് നമ്മൾ GFRC മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് GFRC പാനൽസ് ആണ് ഈ യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മൾ PU കോട്ടഡ് പെയിന്റ് ആണ് ഇതിൽ നൽകിയിട്ടുള്ളത്. യെസ്, ഡിഫറെന്റ് ആണല്ലേ, സാധാരണ ഒരു ബെഡ്റൂമിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരു നല്ലൊരു പിങ്കിഷ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ബെഡ്റൂം ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമാണ്, എല്ലാ റൂമും കളർ ടൂൺ ഓരോ സെപ്പറേറ്റ് ആയിട്ട്. അപ്പോൾ ഓരോ റൂമിൽ പോകുമ്പോൾ നമുക്ക് ഓരോ മൂഡായിരിക്കും. ഓരോ ദിവസവും നമ്മൾ മൂഡിനനുസരിച്ച് ഓരോ ദിവസത്തിനും ഓരോ കളറിനും പ്രത്യേകത. ഓരോ കളറിൽ ഒരു ദിവസം സെലക്ട് ചെയ്യാൻ അന്ന് ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും. അതിന് പറ്റിയ രീതിയിലാണ് സെലക്ട് ചെയ്തത്. ഇവിടെ അതുപോലെ തന്നെ 360 വ്യൂവിൽ നമ്മൾ കോർണർ വിൻഡോസ് വെച്ചിട്ടുണ്ട്. നമുക്ക് കാർപോർച്ചും കാണാൻ പറ്റും, നമ്മളെ പ്രകൃതി ആസ്വദിക്കാൻ പറ്റും. കർട്ടൻ നീക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയനാടിന്റെ ആ ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ സെറ്റ് ചെയ്യുന്നത്. ഇത് സത്യത്തിൽ ചെറിയ ബെഡ്റൂമാണ്, എന്നാൽ പോലും നമുക്ക് കൺജസ്റ്റഡ് ഫീൽ ചെയ്യുന്നില്ല. അത് ഈ ഗ്ലാസ് ആയിരിക്കും അല്ലേ, ഗ്ലാസിന്റെ ആ സ്പേസ് തരുന്നത്. എന്തായാലും രസകരമായിട്ടുള്ള വാർഡ്രോബ്സ് തന്നെ കൊടുത്തിട്ടുള്ളത്. അതിന്റെ കൂടെ തന്നെ അതേ മാറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ വാർഡ്രോബ്സുകൾ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഡ്രസ്സിംഗ് യൂണിറ്റ് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്, വാർഡ്രോബ്സുകൾ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, നല്ല സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ബാത്റൂം കണക്റ്റഡ് ആണ്. ഇതിനോട് കൂടെ നല്ല ഈ ഒരു യൂണിറ്റിന്റെ ആ ഭംഗി ബാത്റൂമിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടോ അതേ കളറാണ് ഇവിടെ സ്റ്റോറേജ് ഏരിയയിൽ കൊടുത്തിട്ടുള്ളത്. സെപ്പറേറ്റ് ചെയ്തിട്ട് നല്ല രസകരമായിട്ടൊരു ഷോവാൾ കൊടുത്തിട്ടുണ്ട്. പാനൽ യൂണിറ്റ്, ബോഡി ജെറ്റും അതുപോലെ തന്നെ ടാപ്പുകളൊക്കെ ഹൈലൈറ്റ് ആയിട്ട് കൊടുത്തുള്ളത്. വാൾമോഡോട് ക്ലോസറ്റും വാഷ് ബേസിനും ചെയ്തിട്ടുള്ള ഈ ബാത്റൂം ഒരു ഹൈലൈറ്റ് ആണ് അല്ലേ? അതെ, ബാത്റൂം ഹൈലൈറ്റ്. അതുപോലെ തന്നെ ഹൈലൈറ്റ് വാളായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടൈല് പർച്ചേസ് ചെയ്തത് സിൽവാനയാണ്. ഇതിന്റെ പുതിയ ട്രെൻഡ് ടൈലാണ്, പുതിയതായിട്ട് വരുന്നതാണ്. ഇതിൽ ഒരുപാട് റെസിസ്റ്റൻസ് വരുന്ന ക്വാളിറ്റി വരുന്ന ഒരു ടൈപ്പ് ടൈലാണ്. നിങ്ങളെപ്പോലത്തെ ആർട്ടിനെറ്റ് നമ്മുടെ ഷോറൂമിൽ വരുമ്പോഴാണ് നമുക്ക് ഇതുപോലത്തെ പുതിയ പ്രൊഡക്റ്റ് കസ്റ്റമർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഇതിന്റെ ഒരു വ്യൂ നിങ്ങൾ ആദ്യം കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾ ഇറക്കിയപ്പോൾ പോലും കാണാത്തൊരു വ്യൂ ആയിരിക്കും നിങ്ങൾ ആർട്ടിനെറ്റ് കണ്ടിട്ടുണ്ടാവുക. അതിന് എത്ര രസകരമായി ഈ വീട് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂമും എൻ്റെ ഡിഫറെൻ്റ് ആണ് സാർ. എന്താണ് ഇതിൻ്റെ ഒരു നിങ്ങളൊരു പ്രചോദനം എന്താണ്? ഇതും മറ്റൊരു കളർ തീമിൽ GFRC പാനൽസ് യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഇതൊരു ഗ്രീൻ ടോണിലാണ് ഈ ബെഡ്റൂം നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ താമസിക്കുന്ന മകന് ഏകദേശം ഈ ഒരു കളർ താല്പര്യമുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ കളർ ചൂസ് ചെയ്തിട്ടുള്ളത്. ഈവൻ നമ്മൾ ഈ കോട്ട് എടുക്കാൻ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് എടുത്തതാണ്. നമുക്ക് കസ്റ്റമറുടെ താല്പര്യത്തിനനുസരിച്ച് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. യെസ്, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്യുന്നത്. അതെ. അതാണ് നിങ്ങളെ കേൾപ്പിക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേകത അല്ലേ? എന്തായാലും എന്താണ് ഈ ഗ്ലാസ് പിന്നെ പ്ലെയിൻ ആയിട്ട് കൊടുക്കാൻ കാരണം? ഗ്ലാസ് വരുന്നത് അവിടെ നിന്ന് അങ്ങോട്ട് സീത്രൂ ആണ്. അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബാൽക്കണി ഫീലാണ് ഉണ്ടാവുക. ആ ബാൽക്കണി ആക്ച്വലി ബെഡ്റൂമിൽ തന്നെയുള്ള ഒരു ബാൽക്കണിയാണ് വരുന്നത്. അത് പ്രൈവറ്റ് ബാൽക്കണി. നമുക്ക് വൈകുന്നേരങ്ങളൊക്കെ ഗ്ലാസ് നീക്കിയിട്ട് പുറത്ത് കാറ്റുള്ള പറ്റുന്ന ഒരു പ്രൈവറ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ബാൽക്കണി. അതാണ് ഈ റൂമിന്റെ ഒരു മറ്റൊരു ഹൈലൈറ്റ്. ഫുൾ ലെങ്ത് ഈ വോള് മൊത്തത്തിൽ ഗ്ലാസ്. അതെ, റൂമിന്റെ സൈസും അതുപോലെ തന്നെ അഡ്ജസ്റ്റബിൾ ആയിട്ട് വരും. രസകരമായിട്ടുള്ള ഒരു ബാത്റൂമാണ് ഇതിന്റെ കൂടെ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ കളർ തീമിനെ വാർഡ്രോബ്സിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് ഈ ബാത്റൂം ഇത്രയും ഭംഗിയാക്കി എടുക്കുന്നത്? ഈ ബാത്റൂമിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ക്ലയൻസിന് ആവശ്യം ഗ്ലോസിയാണ്. അത് കിട്ടിയെങ്കിൽ അവർക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ ഡിസൈൻ വൈസിൽ നമുക്ക് ഫ്ലോറും വാളും ഒരേ ഡിസൈനിൽ വേണമായിരുന്നു. അത് ആക്ച്വലി നമുക്ക് സിൽവാനിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് എന്താ ഈ ഗ്ലോസിയും മാറ്റും ഒരേ ഡിസൈനിൽ നമുക്ക് കോമ്പിനേഷൻ. പുതിയ ടെക്നോളജി, പുതിയ ട്രെൻഡായിട്ട് ഇറങ്ങുന്ന എല്ലാ പ്രൊഡക്റ്റുകളും സിൽവാനിൽ അപ്ഡേറ്റ് ആയതുകൊണ്ട് തന്നെ കസ്റ്റമറിനൊക്കെ അത് കിട്ടാനും സാധിച്ചു. നമുക്ക് ഇതുപോലത്തെ വെറൈറ്റി വീടിന്റെ ഭാഗമാവാൻ സാധിക്കും. അത് പിന്നെ ഹൈലൈറ്റ് വാള് മാത്രമാണ് ചെയ്തത്. അതെ അതെ, സാധാരണ നമ്മൾ ഈ വാൾ ചെയ്യുമ്പോൾ 6x4 ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ ഒരു പക്ഷേ ഈ സ്മോൾ ടൈലുകൾ റേറ്റ് കൂടുതലായിരിക്കും. പക്ഷേ ഇതുപോലത്തെ ഒരു ചെറിയ പാട്ട നമ്മൾ ചെയ്യുന്നുണ്ടോ, നമ്മൾ ബാത്റൂമിൽ ചെറിയൊരു എമൗണ്ടേ നമുക്ക് വരുള്ളൂ. പക്ഷെ രൂപം തന്നെ മാറും. അതുപോലെ തന്നെ ഈ വാഷ് ബേസിന് ഫുൾ ലെങ്ത്തിൽ കൊടുത്തില്ലേ? ഫുൾ ലെങ്ത് കൊടുത്തു തന്നെ സാധാരണ ചെറിയൊരു പീസ് കൊടുക്കുകയാണെങ്കിൽ അതൊരു ഭംഗി ഉണ്ടാവില്ല. ഇത് ഫുൾ ലെങ്ത് കൊടുത്തതുകൊണ്ട് നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു ബാത്റൂമായിട്ട് കിട്ടി. റോസ് ഗോൾഡ് ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത്. നല്ല മിററും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അവിടെ ബാത്ത് ഏരിയയിൽ നമ്മൾ സ്കൈലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളത് സ്കൈലൈറ്റ് കൊടുത്തത്. അത് നല്ലൊരു ഐഡിയ ഉണ്ടോ? ബാത്റൂമിൽ മൊത്തത്തിൽ സ്കൈലൈറ്റ് കൊടുത്തുകൊണ്ട് വെള്ളമായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് സ്കൈലൈറ്റ് വരുന്ന സമയത്ത് നല്ല രീതിയിൽ പെട്ടെന്ന് ഡ്രൈ ആകാൻ വേണ്ടിയിട്ടാണ് പ്ലെയിൻ ഗ്ലാസ് കൊടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ ഓരോ ടിപ്സുകൾ വീട്ടിലിരിക്കുന്ന ആളുകൾ കിട്ടുമ്പോൾ അതിന് നമ്മുടെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്ന് പറഞ്ഞു. ഞാൻ എല്ലാവർക്കും പറയുന്നത് ഒരു വീടിൻ്റെ ഭംഗി നിർണ്ണയിക്കുന്നത് ആ വീടിൻ്റെ സ്റ്റെയറും കൂടെയാണ്, അവിടുത്തെ സ്പേസിനനുസരിച്ച്. എന്താണ് ഈ സ്റ്റെയർ ഇങ്ങനെ ഒരു സാധാരണ കാണിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റെയർ കൊടുത്തിട്ടുള്ളത്. ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയാലും ഇതൊരു പ്രത്യേകിച്ച് നമ്മളെ ആ ഡൈനിങ് ടേബിൾ പോലെ തന്നെയാണ് ഒരു സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. എന്താണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം? അത് സ്റ്റെയർ കേസ് നമ്മൾ ഇങ്ങനെ ഒരു പാർട്ട് നമ്മൾ ടിൽറ്റ് ചെയ്യാൻ കാരണം കയറി വരുന്ന സമയത്ത് നമ്മൾ ആ സ്റ്റെയർ കേസിൽ ലീഡ് ചെയ്യാൻ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെറുതായിട്ടൊന്ന് ടിൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അല്ലാത്ത പക്ഷം ഇത് നേരെ ആയിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു വാളിൻ്റെ മിഡിൽ പോർഷനിലേക്കായിരിക്കും പോവുക. അപ്പോൾ അത് കയറി വരുമ്പോൾ കൺജസ്റ്റഡ് ഫീൽ നമുക്ക് ഉണ്ടാവും. സ്റ്റെയർ ഇറങ്ങി വരുന്ന സമയത്ത് വാളോ ഒരു തടസ്സമില്ല. അതൊരു പോസിറ്റീവ് വൈബാണ്. നമ്മൾ ഇത് ചെറിയ രീതിയിൽ ടിൽറ്റ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ആയിരുന്നെങ്കിൽ
നമ്മുടെ പ്രയർ റൂം ക്ലോസ് ആകുന്ന രീതിയിലേക്കാണ് അതിന്റെ പ്ലേസ് വരിക. അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഓരോ ഇഞ്ചിലും ഒരു ആർക്കിടെക്റ്റിന്റെ കഴിവുണ്ടാവും എന്ന് പറയുന്നത് ഞാനിതാണ്. എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകൾ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ഗുണം. ഈ വീടിന്റെ ഏറ്റവും പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പുറത്തിറങ്ങാൻ സാധിക്കില്ല. കാരണം അത്ര രസം റിസോർട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഈ റഹീംക്കാക്ക് വേണ്ടിയിട്ട് നമ്മളെ പ്രകൃതി ആർക്കിടെക്ട് ടീംസ് ഇത് ചെയ്തിട്ടുള്ളത്. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് ഒന്ന് പോയി നോക്കാം. തീർച്ചയായും. ഈ സ്റ്റെയർ കേസിൽ നമ്മൾ കംപ്ലീറ്റ്ലി ഇൻഡസ്ട്രിയൽ ചെയ്തതിന് ശേഷം മാർബിൾ കവർ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഇറ്റാലിയൻ മാർബിൾ കവർ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഈവൻ ഈ ഗ്ലാസ് എടുക്കാൻ നമ്മൾ ഇറ്റാലിയൻ മാർബിളിന്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന രൂപത്തിലാണ് ചെയ്തത്. ഡിഫറെന്റ് ആയിട്ട് സാധാരണ അങ്ങനെ മുകളിലായിട്ടാണ് കാണല്. ഇത് ഗ്ലാസ് ഇറ്റാലിയൻ മാർബിൾ കട്ട് ചെയ്ത് അതിന്റെ അടിയിലേക്ക് ഇറക്കി വെച്ചിട്ടാണ് ഫ്രെയിം ചെയ്തിട്ടുള്ളത്. അടിപൊളി തീമാട്ടോ. കയറി വരുമ്പോൾ തന്നെ നല്ല രസകരമായിട്ടുള്ള ഒരു ലിവിങ് ഏരിയയാണ് ഇവിടെ ഇട്ടുള്ളത്. അടിയിലുള്ള ഡൈനിങ് ടേബിളിന്റെ ഭംഗിയൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് തന്നെ നല്ല രീതിയിൽ കട്ട് ചെയ്ത് അല്ലേ, നല്ല ഇവിടെ ഇരുന്നാൽ തന്നെ നമുക്ക് ഡൈനിങ് ടേബിളിന്റെ ആ ഭംഗി സാധാരണ നമ്മൾ ഡബിൾ ആയിട്ട് ഇടുമ്പോൾ കുറഞ്ഞൊരു സ്പേസ് കാണുള്ളൂ. ഇവിടെ ശരിക്കും അതിന്റെ ആ ലുക്ക് കിട്ടുന്ന രീതിയിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ ഡൈനിങ് ടേബിളിൽ ആരെങ്കിലും ഇരിക്കുക, ലിവിങ്ങിൽ ആരെങ്കിലും ഇരിക്കുകയാണെങ്കിൽ ഒരു 15,000 സ്ക്വയർ ഫീറ്റ് ഉണ്ടാക്കിയ വീടിന്റെ ഡൈനിങ് ടേബിളിന് കിട്ടുന്ന ഒരു ആംബിയൻസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഒരു അല്ലേ. അതെ അതെ. കാരണം ഇവിടെ നോക്കുമ്പോൾ ആ വിശാലത ഫീൽ ചെയ്യുമല്ലോ. ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും തമ്മിലുള്ള ഒരു കണക്ഷന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ ഈ ഡബിൾ ഹൈറ്റ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇക്കറി വന്നാൽ നമുക്ക് കിട്ടുന്നത് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റും. നല്ല രീതിയിൽ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. സൺലൈറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നടുവിൽ ഹോൾട്ടിട്ട് എന്താണ് കിട്ടുന്നത് ഗ്ലാസ് താഴെ ഒരു ലാൻഡ്സ്കേപ്പ് സ്പേസ് ഉണ്ട്. അതിലേക്ക് പ്രോപ്പറായിട്ട് ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മുകളിൽ സ്കൈലൈറ്റ്. അതിന് മുകളിൽ ഗ്ലാസ് ഗ്ലാസ് ഇട്ടിട്ട് ഗ്ലാസ് ഉണ്ട്. ഇവിടുത്തെ ഡോറിനെ പ്രത്യേകത ഹൈറ്റുള്ള ഡോർ സെറ്റ് ചെയ്യാൻ. ആക്ച്വലി നമുക്ക് ഈ എക്സ്റ്റീരിയർ എലിവേഷനുമായിട്ട് ചേർന്ന് പോകണമായിരുന്നു നമുക്ക് ഈ വാൾ. ഈവൻ ഈ വിൻഡോ അതുപോലെ തന്നെ ഇനി ഇവിടെ കൊടുക്കാൻ പോകുന്ന ഡോർ എല്ലാം നമുക്ക് ഫുൾ ഹൈറ്റിൽ സീലിംഗ് ഹൈറ്റിൽ വരെ കിട്ടണം എന്നുള്ളൊരു നിർബന്ധം നമുക്ക് ഉണ്ടായിരുന്നു. ഇത് വുഡിൽ ചെയ്തിട്ട് ടെക്സ്ചർ പെയിന്റ് ചെയ്യാണ് ചെയ്തത്. ഏകദേശം ഒരു 12 ഫീറ്റോളം ഹൈറ്റ് ഈ ഡോറിന് വരുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ മറ്റൊരു ഹൈലൈറ്റ്. എന്താണ് ഇതിന്റെ ഒരു പ്രത്യേകത? ഇതാണ് ബാൽക്കണി വരുന്ന പോർഷൻ. ഇവിടെ ബാൽക്കണി മാത്രമല്ല, ഒരു ലാൻഡ്സ്കേപ്പ് ഔട്ട്ഡോർ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ഫ്ലോറിൽ നാച്ചുറൽ താണ്ടൂർ സ്റ്റോൺ ആയിട്ടുള്ളത് പോളിഷ്ഡ് സാന്തൂർ സ്റ്റോൺ ആണ്. അതുപോലെ വാളിൽ കൊടുത്തുള്ളത് അതേപോലെ തന്നെ എക്സ്പോസ്ഡ് ബ്രിക്ക് തന്നെ. എക്സ്പോസ്ഡ് നോർമൽ ബ്രിക്കാണ്. നോർമൽ ബ്രിക്ക് എന്ന് പറയുന്നത് അവൈലബിൾ ഉള്ള ഫിനിഷിംഗ് അല്ലാതെ റഫ് ഫിനിഷിലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ബ്രിക്കാണ്. ഇത് റാക്ക് പ്രോ ബോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രീതിയിലാണ് ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. അതെ അതെ. ഈ ഒരു ബാൽക്കണിയുടെ പ്രത്യേകത തന്നെ ഇതിന്റെ 360 വ്യൂ കിട്ടും എന്നുള്ളതാണ് അല്ലേ. നമുക്ക് കിട്ടും, നല്ല കാറ്റും വെളിച്ചം കിട്ടും എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ്. ഇവിടുത്തെ ഒരു മെയിൻ പോർഷനാണ്. പുറത്തുനിന്ന് കാണുമ്പോൾ ഈ വീടിന്റെ ഒരു ഹൈലൈറ്റ് കാണുന്നത് ഈ ബാൽക്കണി ആണ്. പുറത്ത് റോട്ടിൽ നിന്ന് കാണുന്നത് ഒരു കയറി വന്നാലേ വീടിന്റെ ഭംഗി കാണുള്ളൂ. പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ ഈ ഇതിനെ വിളിച്ചു വെക്കുന്ന വെൽക്കം ചെയ്യുന്നത് ഈ ഒരു ബാൽക്കണിയാണ്. വിരിഞ്ഞു നിൽക്കുന്ന അല്ലേ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ബാൽക്കണി. ഫസ്റ്റ് ഫ്ലോറിലുള്ള മനോഹരമായിട്ടുള്ള മറ്റൊരു ബെഡ്റൂമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നല്ല രസകരമായിട്ട് ചെയ്തിട്ടുള്ള. ഇവിടെ ഓരോ കളറും ഓരോ കളർഫുള്ളാണ്. ഓരോ റൂമിനും ഓരോ വ്യൂ ആണ്, ഓരോ റൂമിനും ഓരോ വിഷനാണ്. ഫ്ലോറിൽ വുഡൻ സ്ട്രിപ്പാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല രസകരമായിട്ട് പ്ലെയിൻ ഗ്ലാസ് ആണ് കൊടുത്തത്. 360 കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഗ്ലാസ്. ബെഡ്റൂമിലൊക്കെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഈ പ്രകൃതി നമ്മൾ ആ ലാൻഡിനെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എങ്ങനെയെങ്കിലും ഒരു വീട് വെക്കുന്നതിനപ്പുറം ആ സൗകര്യങ്ങൾ ആ ലാൻഡിനെ യൂസ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ ഇത് കാണുന്നത്. നമ്മൾ ബെഡൊക്കെ തുറന്ന് കിടന്നിട്ട് രാവിലെ പകലൊക്കെ എന്തെങ്കിലും പുസ്തകം വായിച്ചിട്ട് റൂമിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മളൊരു അടച്ചിട്ട റൂമിലാണ് ഇരിക്കുന്നത് നമുക്ക് തോന്നില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ രസം. പ്ലെയിൻ ഗ്ലാസ് ഫുൾ ലെങ്ത്തിൽ കൊടുത്തത്. ഒരു വാള് മൊത്തം 2 വാള് മൊത്തം ഗ്ലാസ് ആണ്. ഈ ഇതിൽ എൽ ഷേപ്പിൽ മാത്രമേ വാളുള്ളൂ, ബാക്കി മൊത്തം ഗ്ലാസ് കൊടുത്തുള്ളത്. ഒരു അടിപൊളി പോസിറ്റീവ് വൈബ് കിട്ടുന്ന ഒരു ബെഡ്റൂമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ബാക്കിയും വാർഡ്രോബ്സുകൾക്ക് ഇടയിലൂടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ല രസകരമായിട്ട് ഇവിടെ ഡ്രസ്സിങ് യൂണിറ്റ് ഉണ്ട്. ഫുൾ ലെങ്ത്തിൽ മിറർ കൊടുക്കുമ്പോൾ തന്നെ കാണാൻ ഭയങ്കര ആംബിയൻസ്. പിന്നെ ഈ സ്പേസ് നമുക്ക് വളരെ വലുതായിട്ട് ഫീൽ ചെയ്യും. ബാത്റൂം നല്ല രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. സിൽവാനിൽ നിന്ന് പർച്ചേസ് ചെയ്ത സിംബോളയുടെ മോഡലുകളാണ് ഈ ഷോവാൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കോലാറിന്റെ ടാപ്പും അതിന്റെ വാഷ് ബേസിനും വാൾ മോഡൽ ക്ലോസറ്റും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ബാത്റൂമാണ് ഇതിനോട് കൂടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ സൺലൈറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് വിൻഡോ ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത്. രസകരമായിട്ടുള്ള ഒരു ബാൽക്കണി. വയനാടൊക്കെ വീട് ചെയ്യുമ്പോൾ ഇത് നിർബന്ധമാണ്. ഈ കാണുന്ന മനോഹരമായിട്ടുള്ള കുന്നുകളും അതിന്റെ ചെരുവുകളും രാവിലെയൊക്കെ എണീറ്റ് കഴിഞ്ഞാൽ കോട മഞ്ഞുകളും എന്ത് രസമായിരിക്കില്ലേ. രാവിലെ എണീറ്റിട്ട് ഒന്ന് യോഗ ചെയ്യണമെന്ന് ആഗ്രഹിക്കാത്ത ആളുകൾ പോലും ഇവിടെ വന്നു കഴിഞ്ഞാൽ അറിയാതെ എക്സസൈസ് ചെയ്യും. ആ പ്രകൃതിയുടെ ആകെ ആവാ മിട്ടിപ്പാനി എന്നാണ് ഒരു മനുഷ്യന്റെ പോസിറ്റീവ് വൈബ് വരുന്നത്. അതാണ് ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് നല്ല ചൂടുണ്ട് കേട്ടോ. അതാണ് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുള്ളത്. ഇവിടെയൊക്കെ നിന്നാൽ ഫ്ലോറിൽ നല്ല രസമായിട്ട് അസർവയുടെ ന്യൂപ്പ് വുഡാണ് വെച്ചിട്ടുള്ളത്. കണ്ടു കഴിഞ്ഞാൽ ടീക്ക് വുഡ് ചെയ്ത അതേ ഫീല്. നല്ല രസകരമായിട്ട് 360 വയനാടിൻ്റെ ഭംഗി കിട്ടുന്ന ഒരു ബാൽക്കണി. ഈ ബാൽക്കണി പ്രൈവറ്റ് ബാൽക്കണിയാണ്. ഈ ബാൽക്കണിൻ്റെ ഭംഗി അറിയണമെന്നുണ്ടെങ്കിൽ ഈ ബെഡ്റൂമിലേക്ക് കയറി. ഇതൊരു പ്രൈവറ്റ് ബെഡ്റൂമാണ്. കുറേ നേരം സംസാരിച്ച് വൈകുന്നേരത്തെ മഞ്ഞുകളൊക്കെ കൊണ്ട്
സംസാരിച്ചിരിക്കാൻ പറ്റുന്ന റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പ്ലേസ്. അത് കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങാനുള്ള അതിമനോഹരമായിട്ട് ടെക്സ്ചറിങ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി ബെഡ്റൂമിലാണ് നമ്മൾ എത്തുന്നത്. നല്ല രീതിയിൽ ടെക്സ്ചറിങ് കൊടുത്തിട്ടുണ്ട്. ഇത് എന്ത് ടൈപ്പ് ടെക്സ്ചറിങ് ആണ്? ഇത് നോർമൽ ടൈപ്പ് ടെക്സ്ചർ ആണ്. ഇത് നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ടെക്സ്ചറിങ് ആണ്. ഇത് ഈ ഒരു കളർ തീമിലേക്ക് നമ്മൾ മാച്ച് ചെയ്ത് നല്ല രസമായിട്ട് അഡ്രസ് ഡിഫറെന്റ് ആയിട്ട് സാധാരണ കാണുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള അഡ്രസ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ സൈഡ് ടേബിളും ഈ കോട്ടൊക്കെ ആ ഒരു കൺട്രോൾ, ആ ഒരു തീം കൺട്രോൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിൽ നിന്ന് ഈ ഒരു കിളിവാതിലാണ്. അതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് സിറ്റ് ഔട്ട് കാണാം, ഗ്രൗണ്ട് ഫ്ലോറിലുള്ള സിറ്റ് ഔട്ട് കാണാം, ഫസ്റ്റ് ഫ്ലോറിലുള്ള സിറ്റ് ഔട്ട് കാണാം. ഒന്നുമില്ലെങ്കിൽ ഡൈനിങ് ഹാളിൽ ഇരിക്കുന്ന ആളുകളുടെ സംസാരം കേൾക്കാം. ഇവിടെ ഇങ്ങനെ ഇരുന്ന് കിടന്നാൽ തന്നെ വീട്ടിലുള്ള എല്ലാ ഒച്ച അനക്കങ്ങളും കേട്ട് ആസ്വദിച്ച് കിടക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒബ്സർവേഷൻ റൂം എന്ന് പറയാൻ പറ്റുന്ന ഒരു ബെഡ്റൂമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു അടിപൊളി ബാത്റൂമാണ് ഇതിനെ കൂടെ ചെയ്തിട്ടുള്ളത്. നല്ല സൗകര്യമുള്ള ബാത്റൂം, ബാൽക്കണി വിത്ത് ബെഡ്റൂം ചെയ്തപ്പോൾ അതിലേക്ക് ബാച്ച് ആകുന്ന വാക്യൂം വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ള ബാത്റൂമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഡ്രസ്സിംഗ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ബാത്റൂമിൽ തന്നെ വലിയൊരു മിറർ കൊടുത്തിട്ടുണ്ട്. നല്ല രസകരമായിട്ട് സിംബോളോ ടൈൽ കൊണ്ട് ചെയ്തിട്ടുള്ള ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ഷവർ യൂണിറ്റ് ആണ്. അതിന്റെ ഷവർ യൂണിറ്റ് നല്ല റോസ് ഗോൾഡ് കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സൺലൈറ്റ് കിട്ടുന്നതിന് വേണ്ടി ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത്. റൂം പെട്ടെന്ന് ഡ്രൈ ആവുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. വാൾ മൗണ്ടഡ് ക്ലോസർ കൊടുത്തിട്ടുള്ള ഒരു 5 സ്റ്റാർ ബാത്റൂമാണ് ഇതിന്റെ കൂടെ സെറ്റ് ചെയ്തത്. നമ്മൾ നേരത്തെ സ്റ്റെയർ കയറി വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പാനലിംഗ് കണ്ടിരുന്നു അല്ലേ? എന്തിനാന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഈ വിൻഡോയുടെ പ്രത്യേകത പറഞ്ഞാൽ എയർ പാസ്, നല്ല എയർ പാസ് ഉള്ള വീടായതുകൊണ്ട് തന്നെ ഈ വിൻഡോ ഇങ്ങനെ എയറിന് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കും. നല്ല രസമാണ്. കണ്ണിൽ ഇങ്ങനെ ഒരു മൂവ്മെന്റ് ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയാണ് അല്ലേ? നല്ല സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അങ്ങോട്ട് കാണും ചെയ്യും, വെളിച്ചം കാണും ചെയ്യും, കാണാൻ കാറ്റും കിട്ടും. എന്നാൽ രസകരമായിട്ട് ഇതിങ്ങനെ തിരിഞ്ഞ് കാണുമ്പോൾ എപ്പോഴും ഒരു മൂവ്മെന്റ് ഫീൽ ചെയ്യുന്ന ഒരു പോസിറ്റീവ് ആയി വരുന്ന ഒരു ഇതാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. രസകരമായിട്ടുള്ള ഒരു യൂണിറ്റാണ് കിച്ചനുമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ അവിടെ ലിവിങ് ഏരിയ പറഞ്ഞു, കോമ്പൗണ്ട് വാൾ വരെ ഇതിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ള രീതിയിൽ. ഇതിന്റെ പ്രത്യേകത നമ്മൾ സാധാരണ ബാർ കൗണ്ടറുകൾ വലിയ ഹൈറ്റിലുണ്ടായിരുന്നു. അത് നമുക്കൊരു പ്രത്യേകിച്ച് ഉപകാരം കിട്ടില്ല. ഇത് റാക്ക് സൈസിലായതുകൊണ്ട് തന്നെ ഇപ്പൊ ഞങ്ങൾ തന്നെ ഇരുന്ന് സംസാരിക്കും അല്ലെ? ഈ വീടിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചത് ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് വൈബ്. ഫുഡ് കഴിക്കുന്ന പോലെ അല്ല അല്ലേ? നമുക്ക് ഡിസ്കഷന് വേണമെങ്കിൽ വീട്ടിലത്തെ ഫാമിലി ഡിസ്കഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അല്ല തീന്മേശകളിൽ നിന്നാണ് കുടുംബത്തിന്റെ തീരുമാനങ്ങൾ വരിക. കുടുംബത്തിന്റെ തീരുമാനം അല്ലേ? അപ്പൊ അതിനൊരു പറ്റൊരു മൂഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഡിസ്കഷൻസ് കൂടുതൽ ഉണ്ടാവുക. അത് നല്ല രസകരമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കറിയിൽ ഉപ്പില്ലാത്തതിനെ കംപ്ലീറ്റ് പറഞ്ഞതിൽ പറയാം. അടുത്ത ഫ്യൂച്ചറിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന നല്ല കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റുന്ന തീന്മേശകളായിരിക്കും അല്ലേ? പ്രേംഖാന്റെ ബിസിനസിന്റെ പല ഇതിന് പ്രചോദനമായിട്ടുള്ള മൂപ്പര വൈഫാണ് അല്ല. അപ്പൊ ഇവിടുന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്തായിരിക്കും വരുന്ന ഐഡിയകളായിരിക്കും. ഇത് വല്ലാത്തൊരു പോസിറ്റീവ് വൈബുള്ള ഒരു ടേബിൾ ടോപ്പ്. നമ്മൾ ബാർ കൗണ്ടറാണ്, കുറച്ച് ഹൈറ്റിലാണ്. നമ്മൾ ഹൈറ്റുള്ള ചെയറിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും നമ്മൾ കംഫർട്ടാണ്. ഇതും ഈ മെറ്റീരിയൽ പറയുന്നത് ടൈല് ആക്ച്വലി സിൽവാനെ എടുത്തത് തന്നെയാണ്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് സ്റ്റെയിന് പിടിക്കാത്ത മാത്രമല്ല ഇത് ഇതിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ വർക്കേഴ്സ് ഈ 45 ഡിഗ്രിയിൽ ചെയ്ത വർക്ക് ഉണ്ടല്ലോ. ഇത് കണ്ടു കഴിഞ്ഞാൽ 40 mm തിക്നെസ് ഉള്ള ഏതോ വലിയ സ്ലാബാന്ന് തോന്നിപ്പോ പെർഫെക്റ്റ്. ആദ്യം അവർക്കൊരു സല്യൂട്ട് കൊടുക്കാം കേട്ടോ വർക്കേഴ്സ്. കാരണം 25 years ആയി പ്രകൃതി ആർക്കിടെക്ട് മാർക്കറ്റിൽ. ആ എക്സ്പീരിയൻസ് ഉള്ള വർക്കേഴ്സ് നിങ്ങളെ കൂടെ. അപ്പോൾ ഇങ്ങനെ സെലക്ട് ചെയ്യുന്ന ആളുകൾ കിട്ടുന്ന ഒരു പ്രത്യേകത, പ്രകൃതിനെ സെലക്ട് ചെയ്യുമ്പോൾ കിട്ടും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആർക്കിടെക്ട് തലയും കിട്ടും, അതിൻ്റെ വർക്കേഴ്സിനും കിട്ടും. അപ്പോൾ നമ്മൾക്കൊക്കെ സന്തോഷം. നിങ്ങളെപ്പോലത്തെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ നമ്മളെ മെറ്റീരിയൽ സെലക്ട് ചെയ്യുമ്പോൾ അത് വെക്കേണ്ട സ്ഥലത്ത് വെക്കും. വെക്കേണ്ട സ്ഥലത്ത് വെക്കുമ്പോൾ നമുക്കൊരു പ്രൗഡാണ് നമ്മളെ പ്രൊഡക്റ്റ് പിന്നീട് കാണുമ്പോൾ. എന്തായാലും എനിക്ക് ഏറ്റവും രസകരമായി ഇഷ്ടപ്പെടുന്ന ഒരു പോസിറ്റീവ് വൈബുള്ള ഒരു കിച്ചനും അതിൻ്റെ ഒരു ഫാമിലി ഡൈനിങ്ങും ഇവിടെ നല്ല രീതിയിൽ. ഇത് നമ്മൾ ഇമ്പോർട്ടഡ് ആണോ? ഈ ഇമ്പോർട്ടഡ് സ്പാനിഷ് ഡിസൈനിൽ വരുന്ന സാധനമാണ്. ടെക്സ്ചർ പെയിന്റ് അല്ലേ? നല്ല സ്റ്റോറേജ് ടെക്സ്ചർ പെയിന്റ് കൊടുത്ത് നല്ല രസകരമാക്കിയിട്ട് മുഞ്ചാക്കിയിട്ടുള്ള ഒരു അടിപൊളി കിച്ചനാണ്. മാത്രമല്ല ഓപ്പൺ ആയതുകൊണ്ട് നല്ല പ്രൈവറ്റ്. അത് നമുക്കൊരിക്കലും നേരെ മറിച്ച് ഇവിടെ ഒരു വാളായിരുന്നെങ്കിൽ നമ്മൾ ഇവിടെ അത്ര നേരം ഇരിക്കൂല. ഈ സ്റ്റെയർകേസ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യാണ് ചെയ്തത്, കോമൺ സ്പേസ്. അതെ. മാത്രമല്ല ഇവിടെ ഒരു വാള് ക്ലോസ്ഡോ അല്ലെങ്കിൽ ഒരു പാർട്ടീഷനോ ആണെങ്കിൽ നമ്മൾ ഇത്ര നേരം ഇരിക്കാൻ തോന്നില്ല. നമ്മളെ മുന്നിൽ നമ്മളെ കണ്ണിന്റെ മുന്നിൽ ഒരു തടസ്സം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ ഒരിക്കലും പോസിറ്റീവ് ആയിട്ട് ഉണ്ടാവും. ഈ വീട് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യും എല്ലാം ഒരു ഓപ്പൺ സ്പേസോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ആ ഒരു തുടക്കത്തിലൊക്കെ ചിലപ്പോൾ വീട്ടുകാർ വീട് പൂട്ടിയിട്ടില്ല എന്ന് സംശയമുണ്ടോ? കാരണം എല്ലായിടത്തും തുറന്നെടുക്കുന്ന പോലെ ഒരു ഫീലാണ് ഉള്ളിൽ കയറുമ്പോൾ. 4 ദിവസം റെയിൻക്ക് എല്ലായിടത്തും നടന്ന എല്ലാം മതിലും നോക്കി. കാരണം മതിലൊക്കെയാണല്ലോ വീടിന്റെ പാർട്ടായിട്ട് വന്നിട്ടുള്ളത്. ഭയങ്കര രസകരമായിട്ട്. എന്നാൽ കയറിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ കൺജസ്റ്റഡ് അല്ല എന്നുള്ളതാണ്. അത് ഞാൻ നേരത്തെ ചർച്ചയിൽ നസീർ സാറോട് സംസാരിച്ച പോലെ ഒരു ആർക്കിടെക്റ്റിന് ഫുൾ ഫ്രീഡം കൊടുത്തിട്ട് ഒരു ലാൻഡാണ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് സ്വപ്ന കൊട്ടാരം പണിയാൻ പറ്റും. ഇവിടെ ഈ ക്ലയന്റ് നമുക്ക്
തുടക്കം മുതൽ അവസാനം വരെ ഫുൾ ഫ്രീഡം നമുക്ക് തന്നിട്ടുണ്ട്. അതിന്റെ അത് പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യം. അതാ ഞാൻ പറഞ്ഞത്, അതിന്റെ റിസൾട്ട് ഇവിടെ കണ്ടത്. ഞാൻ കാണുന്നത് ഇപ്പോൾ 5500 സ്ക്വയർ ഫീറ്റ് 6000 സ്ക്വയർ ഫീറ്റ് ഉള്ളിലുള്ള ഒരു വീടാണ് എൻ്റെ കാർ പോർച്ചൊക്കെ അടക്കം വരികയാണെങ്കിൽ. പക്ഷേ ഈ വീട്ടിൻ്റെ അകത്ത് കഴിഞ്ഞാൽ ഒരു 10000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടിൻ്റെ അകത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു അനുഭവം ഇവിടെ ഏറ്റവും രസകരമായിട്ടുണ്ട്. മാത്രമല്ല ഈ കിച്ചൺ, മോഡുലാർ കിച്ചൺ സാധാരണ നമ്മൾ കാണുന്ന ഒരു കളർ ടീമിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുന്നത്. നിങ്ങൾ ഫുൾ എല്ലായിടത്തും മറ്റുള്ളയിടത്തൊക്കെ ഞാൻ കണ്ടത് ഫുള്ളായിട്ട് സീലിംഗ് വരെ ആണ് ടൈൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഡിഫറെൻ്റ് ആയിട്ട് ഹാഫിലാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ പറ്റുന്ന സ്റ്റോറേജ് കളറാണ് കൊടുത്തിട്ടുള്ളത്. എന്തായാലും നല്ല രസകരമായിട്ടുള്ള ഒരു കിച്ചൺ ഈ വീടിൻ്റെ ഒരു ഹൈലൈറ്റ് ആണ്. നിങ്ങളെ ലൈഫിലെ ഒരു നായികക്കല്ലും കൂടെയാണ്. ഇത് ക്ലയന്റിന്റെ ഒരു ഫാമിലി ആയിട്ട് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു ക്ലയന്റ് ആണ്. ഫാമിലി ടൈം. അതുകൊണ്ട് തന്നെ ആ ഹാപ്പി ഫാമിലി, ഹാപ്പി ലൈഫ്, ഹാപ്പി ഫുഡ്, അതാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട. കണ്ടില്ലേ, നേരത്തെ നമുക്ക് ഫുഡ് തന്ന സമയത്ത് ഒരുപാട് പ്രാവശ്യം നമുക്ക് ഒരു ഭക്ഷണം വിളമ്പി തന്നിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റോട് കൂടിയിട്ടാണ് ഇവരുടെ ഉമ്മ. ഞാൻ ആ ജ്യൂസ് കുടിച്ചപ്പോൾ വിചാരിച്ചു ഇനി ഇവരെ ബ്രാൻഡിൽ ജ്യൂസ് ഇറക്കാൻ പറ്റും. നമ്മൾ എവിടെയും കാണാത്ത ടൈപ്പ് ജ്യൂസുകൾ കുടിക്കുമ്പോഴേ അത്ര നല്ല രസകരമായിട്ടാണ്. ഈവൻ ഇപ്പൊ പോലും നമ്മൾ ഇവിടുന്ന് ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് റേറ്റ് വിളിക്കുന്നത്. ക്ലൈന്റിലെ ഒരു പ്രത്യേകത നമ്മൾ വീഡിയോ ക്ലൈന്റിനെ നമുക്ക് കിട്ടിയിട്ടില്ല. ഇതുപോലത്തെ വീഡിയോ ഓൺ ടൂർ എവിടെ ഉണ്ടെങ്കിൽ ഞാൻ വരും ചെയ്യും. നല്ല ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ എന്താ, ജീവിതത്തിൽ ആകെ ജീവിക്കുന്നതിന് അടിപൊളി ഫുഡ് കഴിക്കാനാണ്. എന്തായാലും നല്ലൊരു ഭാഗമായി. നമുക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് റഹീം സാറോടും നസീർ സാറോടും ചോദിച്ചു നോക്കാം. വീടിന്റെ ക്ലൈന്റ് ആയിട്ടുള്ള റഹീം സാറും നമ്മൾ ആർക്കിടെക്റ്റിന്റെ, നമ്മൾ പ്രകൃതിയുടെ ജീവനാടിയായിട്ടുള്ള നമ്മളെ പ്രിൻസിപ്പൽ ആർക്കിടെക്ട് ആയിട്ടുള്ള നസീർ സാറോട് നമ്മളെ ചോദിച്ചു നോക്കാം അല്ലെ. ഇത്ര മനോഹരമായിട്ടുള്ള മാജിക് ആർക്കിടെക്ചറൽ വീട് എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അത് ഒരുക്കിയിട്ടുള്ള ഈ വീടിന്റെ ക്ലൈന്റാണ് നമ്മുടെ പ്രിയ സുഹൃത്തായിട്ടുള്ള റഹീംക. അടിപൊളി, കൺഗ്രാജുലേഷൻ. ഏതായാലും വയനാടിന്റെ പ്രകൃതിയെ നിങ്ങൾ പഠിച്ചോനെ അനുഗ്രഹിച്ച് നൽകിയ പ്രകൃതിയെ ചൂഷണം ചെയ്തിട്ടുണ്ട്. അത് അത്ര നിങ്ങളെ വീട്ടിലേക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തത്. നിങ്ങളെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമ്മളൊരു സ്റ്റേജിൽ ഇരിക്കുന്ന ഫീലാണ്. സത്യത്തിൽ നിങ്ങൾ ഈ ലാൻഡ് കണ്ടപ്പോൾ ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നോ? ഇങ്ങനെ ലാൻഡ് ഇങ്ങനെ തട്ടുള്ള ലാൻഡാണല്ലോ. നസീർ സാറെ പ്രകൃതി ഏൽപ്പിച്ചപ്പോ ഇതുപോലെ ഒരു ഔട്ട്പുട്ട് കിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കണോ? നമുക്കൊരു മാറ്റം ഉണ്ടാവും പ്രതീക്ഷിച്ചു. മൂപ്പരെ പറ്റി അറിയായിരുന്നു. ഇങ്ങനെ നമ്മളെ കുടുംബക്കാരാണ് മൂപ്പരെ നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫീൽഡിൽ 10-25 കൊല്ലമായിട്ടുള്ള ആളാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു ഔട്ട്പുട്ട് നിങ്ങൾ പ്രതീക്ഷിച്ചില്ലല്ലോ? ഇല്ല. അല്ല, ഞാൻ എന്നോട് ഒരു വീട് വെറൈറ്റി ഉണ്ടാവുന്ന മൂപ്പരെ ഇതാകുമ്പോ ഒരു വെറൈറ്റി ഉണ്ടാവുന്ന നമുക്ക് അറിയായിരുന്നു. പക്ഷെ ഇതുപോലെ ഇങ്ങനെ നിങ്ങളെ വീടിന്റെ ഏത് ഞാനൊക്കെ കിട്ടിയത് തന്നെ ഓരോ റൂമും ഓരോ വൈബാണ്. ഓരോ റൂമിൽ ഇരുന്നാലും നമുക്ക് വേറെ ഫീലാണ്. സത്യത്തില് നിങ്ങൾ നേരത്തെ അവരുടെ അസിസ്റ്റന്റുകൾ എന്നോട് സംസാരിച്ച് പറഞ്ഞത് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഏൽപ്പിച്ചു. ഒരു ക്ലയൻറ്റ് ഒരു കസ്റ്റമറെ ഫ്രീ ആയിട്ട് ഏൽപ്പിച്ചാൽ അതിന് കിട്ടുന്ന ഔട്ട്പുട്ട് ഭയങ്കര റിസൾട്ട് ആയിരിക്കും. അതിൻ്റെ ഡിസിഷനിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇടപെടുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ചിലപ്പോൾ ആദ്യമൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി ഇത്ര വലിയ വാതിലൊക്കെ എന്തിനാണോ എന്നൊക്കെ ചോദിക്കും. ഇത്ര നമ്മളിവിടെ കാണാത്ത വാതിൽ, ഞാനിപ്പോൾ പാലസിലോ അല്ലെങ്കിൽ ഇതിലൊക്കെ കാണുന്നവർക്കുള്ള, പക്ഷേ ഈ വീടിൻ്റെ എക്സ്റ്റീരിയറിലൊക്കെ വരുമ്പോൾ അത് മാച്ചാണ്. നമുക്ക് ആദ്യം വാതിൽ ഗ്യാപ്പ് ഇടുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ പകുതി വരെയിട്ട് പോയിട്ട് പറയും ഇതെന്തിനാ അത്ര വലിയ വാതിൽ ഞാൻ എവിടെ കണ്ടിട്ട്. ചോദിച്ചിട്ടുണ്ട്. അതെ, ചോദിച്ചിട്ടുണ്ട്. കാരണം എനിക്കും ചോദിക്കുന്നത് ഞാനൊരു നാടനായത് അപ്പേ പറഞ്ഞു അത് അത്ര ഐറ്റം ഉണ്ടായിക്കോട്ടെ, വെയിറ്റ് ചെയ്യുന്നറിയില്ല. അതുപോലെ തന്നെ നമ്മളെന്തായി അതുപോലെ തന്നെ അതിന്റെ ഭംഗിയായി. അതെ, നമുക്ക് നസീർക്ക് എന്നോട് പറഞ്ഞു കസ്റ്റമർ ഇത് കഴിഞ്ഞ ശേഷം ഒരു കെട്ടിപ്പിടുത്തുണ്ട്, അതാണ് എൻ്റെ ഹാപ്പിന്ന് ഞാൻ നേരത്തെ ചോദിച്ചൊരു ഇന്റർവ്യൂല്. സത്യത്തിൽ അവരൊരു വിഷൻ കാണും. ഒരു 10 കൊല്ലം മുൻ ഇതൊരു മൂപ്പര് നേരത്തെ പറഞ്ഞാൽ 10 കൊല്ലം 20 കൊല്ലം കഴിഞ്ഞാൽ നമ്മളെ മക്കൾക്ക് ഈ വീട് എനഫായി തോന്നണം. അവർക്കത് മോഡലില്ലാന്ന് വെച്ചിട്ട് പൊളിക്കണം. ആ ഒരു അവസ്ഥയിലേക്കുള്ള ഒരു വിഷൻ കാണണമെങ്കിൽ അവർക്ക് സമയം കൊടുക്കണം. നിങ്ങൾ ഫുള്ള് ഫ്രീഡം, ക്ലയൻറ്റുകൾ എന്നുള്ള രീതിയിൽ ഞാനും നിങ്ങളൊക്കെ ഫുള്ള് ഫ്രീഡം കൊടുക്കുമ്പോൾ ഒരു ഫ്രീ ആയിട്ട് തിങ്ക് ചെയ്യാനുള്ള ഒരു അവസരം ആർക്കിടെക്ട് കിട്ടും. അതിൻ്റെ റിസൾട്ട് ഈ വീട് കണ്ടാലും ഒരു 14 സ്ക്വയർ ഫീറ്റ് കുറഞ്ഞാലും പറയില്ലല്ലോ. ഇവിടുത്തെ നിങ്ങളെ ബെഡ്റൂമിലേക്ക് കയറാതെ നിങ്ങളെ യാളിലേക്ക് മാത്രം വന്നിരിക്കുകയാണെങ്കിൽ ഈ റൂമിൻ്റെ ഇവിടെ കിടന്നുറങ്ങാൻ തോന്നും അല്ലേ? ഈ ഗ്ലാസ് ഒക്കെ നീക്കി സ്ലോല നല്ല കാറ്റും കൊണ്ട് ഇവിടെ നോമ്പ് കാലത്തൊക്കെ ഇവിടെ ഇങ്ങനെ കിടന്നുറങ്ങിയാൽ പണിക്കോ എന്ന് തോന്നില്ല. അതാണ് ഏറ്റവും വലിയ അവസ്ഥ. എങ്ങനെയുണ്ട് ബിസിനസ് ഒക്കെ? അടിപൊളിയല്ല. എങ്ങനെയാണ് നിങ്ങൾ സിൽവാനിൽ വന്നിട്ട് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടി സിൽവാനിൽ വന്നിരുന്നു? സിൽവാനിലുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞത് അവിടെ നല്ല കളക്ഷനാണ്, ടോപ്പ് കളക്ഷൻ, സർവീസ് ഒക്കെ നല്ല സർവീസാണ്. നിങ്ങൾ ഷോപ്പ് കുറച്ച് ഇത് ടൈലൊക്കെ കുറച്ച് നമുക്ക് ലാസ്റ്റ് തേഞ്ഞിട്ടില്ലായിരുന്നു. 2-3 പെട്ടിക്ക് വരെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഷോർട്ടായ സാധനം വരെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അപ്പൊ ഭയങ്കര സർവീസിന്റെ കാര്യത്തിൽ നിങ്ങൾ ഹാപ്പിയാണ്. നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള 10 ലക്ഷത്തോളം കസ്റ്റമർ ഉണ്ട്. ഇതുപോലത്തെ ആ ഒരു ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങളെപ്പോലത്തെ നിങ്ങളെ സ്വപ്നതുല്യമായ ഒരു വീട് നമ്മളെ കേൾപ്പിക്കുമ്പോൾ നമുക്ക് തിരിച്ചും നിങ്ങളോടൊക്കെ ഒരു കടപ്പാടുണ്ട്. കാരണം ഇത് ഞങ്ങൾ ചെയ്ത നമ്മളൊരു പാർട്ടാണെന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു അഭിമാനം. അത് ഞാൻ പറയില്ലേ, നല്ല വർക്ക്, നല്ല ആർക്കിടെക്റ്റ്, നല്ല പ്രൊഡക്റ്റ് ആകുമ്പോൾ ഇതെല്ലാം കൂടെ കൂടിച്ചേരുമ്പോൾ കിട്ടുന്ന ഒരു റിസൾട്ട്
അതിൻ്റെ ഒരു ഭാഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നസീർ സാറേ, നിങ്ങളെ മുന്നിൽ നിന്നാണ് ഇത്രയും ഹാപ്പി ആയിട്ട് റഹീംക്ക സംസാരിക്കുന്നത്. എന്ത് തോന്നുന്നുണ്ട് ഈ വർക്കിൽ? തുടക്കത്തിൽ നിങ്ങളിത് മുന്നേ കണ്ടിട്ടുണ്ടാവും ഈ വീട്, ഞങ്ങളൊക്കെ ഇത് കഴിഞ്ഞതിന് ശേഷം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആ തുടക്കത്തിൽ ഇവർക്ക് കുറച്ച് കൺഫ്യൂഷനൊക്കെ ഉണ്ടായ സമയം ഉണ്ടായിട്ടുണ്ടാവും. എങ്ങനെയായിരുന്നു? പിന്നെ റഹീംക്ക ലാൻഡ് വന്ന് കാണിച്ചു തന്നു. അപ്പം എന്നോട് ഫസ്റ്റ് പറഞ്ഞത് നിങ്ങൾ പെട്ടെന്ന് പ്ലാൻ വരച്ച് തരണം, ഞാൻ മണ്ണെടുക്കാൻ ഒരു മാസം കൊണ്ട് ഞാൻ മണ്ണെടുത്ത് റെഡി ആയി തരാം. അപ്പോൾ ഞാൻ റഹീംക്കാണ്ട് പറയുകയാണ്, നിങ്ങൾ മണ്ണെടുക്കണ്ട, നമുക്ക് വളരെ കുറച്ച് ഏരിയ മണ്ണ് ഉണ്ടാക്കിയാൽ മതി, എടുത്താൽ മതി, ഈ ആയിട്ട് തന്നെ അത് കീപ്പ് ചെയ്യാൻ. അപ്പം റഹീംക്കൊക്കെ ആദ്യം ഒരു പ്രയാസമായിരുന്നു, ഇത്ര ആയിട്ടിൽ ഇങ്ങനെ ഇത്ര കയറുക, വണ്ടി കയറുക, മറ്റേത് കയറുക. അപ്പോൾ ഞങ്ങളൊക്കെ അതൊക്കെ പ്ലാൻ ചെയ്ത് കാണിച്ചു കൊടുത്തു, 3D കാണിച്ചു, മോഡൽ കാണിച്ചു കൊടുത്തു, മൂപ്പരെ ബോധ്യപ്പെടുത്തി. എന്നിട്ടാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ഓൾമോസ്റ്റ് പിന്നെ പല ഏരിയയിലും കൺഫ്യൂഷൻസ് ഉണ്ടാവും. എന്നാലും പൊതുവെ റഹീംക്ക മറ്റുള്ള ക്ലയൻറ്റിനെ പോലെ ഇടപെട്ട് അതിനങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഫാമിലിയിൽ മൂപ്പർക്ക് ചില സമയത്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാലും നമ്മളോട് അത് പറയാതെ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല സപ്പോർട്ട് ചെയ്തൊരു ക്ലയന്റിന് കിട്ടുമ്പോൾ നമുക്കും നല്ല റിസൾട്ട് എടുക്കാൻ കഴിയും. പിന്നെ അതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ശരിക്കും ഇവിടെ തേക്കൊണ്ടാണ് മെയിൻ ഡോർ ഉണ്ടാക്കിയത്. അത് നമ്മൾ കളർ മാറ്റിയിട്ട് എല്ലാ കേരളത്തിൽ തേക്കിൻ്റെ മുകളിൽ പെയിന്റ് അടിക്കാൻ തന്നെ ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യം. അത് ഞങ്ങൾ മാറി ടെസ്റ്റർ പെയിന്റ് അടിച്ച് വേറെ ഫീലിംഗ് ആവുമെന്ന് പറയുമ്പോൾ അത്രയും കാശ് മുടക്കിയ ഒരാൾക്ക് അതിനോട് യോജിക്കാനും ഒക്കെ ഭയങ്കര പ്രയാസമായിരിക്കും. പക്ഷെ അത് തേക്കിന്റെ ഡോർ കണ്ട് നമ്മൾ മടുത്തില്ല. പക്ഷേ ഈ ഡോർ നമ്മൾ കണ്ടു തുടങ്ങുന്നേ ഉള്ളൂ. ഇനി കാണാൻ പോകുന്ന ഡോറുകളാണ് അടുത്ത 10 വർഷത്തേക്ക് ജനങ്ങൾ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കും. നമുക്ക് വിഷയം അതാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി റഹീംഖാൻ അതിലേക്ക് മാറ്റി പെയിന്റ് അടിച്ച് കാണിച്ച് സാമ്പിൾ അടിച്ച് കാണിച്ച് ഓക്കെ ആക്കിയപ്പോൾ മൂപ്പർ സമ്മതിച്ചു. അത് കഴിഞ്ഞ് ഹൗസ് വാമിങ് കഴിഞ്ഞപ്പോൾ മൂപ്പർക്ക് എല്ലാവർക്കും വന്നിട്ട് ഈ കാണുന്നത് ഈ ഡോർ മാത്രമാണ്. ഇവിടെ ഉള്ളിൽ കണ്ടിട്ടെങ്കിൽ പ്രശ്നമല്ല, ഡോറിനാണ് ഏറ്റവും കൂടുതൽ. അല്ല, ഞാനും ഇതിലിപ്പോ ഒരു റീൽ തന്നെ ഇട്ടത് ഈ ഡോറുമായി ബന്ധപ്പെട്ട്. കാരണം ഇത്ര ഹൈറ്റിലൊരു വലിയൊരു ഡോർ നമ്മൾ പ്രതീക്ഷിക്കില്ല. ഹൈറ്റ് മാത്രമല്ല, അത് നിങ്ങൾക്ക് ഉള്ള തേക്കിനാ പെയിന്റ് അടിച്ചതെന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ സംഭവം. തേക്കിന് കാരണം ഇതിന്റെ ഒരു പ്രത്യേകത, നമ്മൾ തേക്ക് വേങ്ങിയിട്ട് ആ തേക്കിന്റെ കളർ കാണാൻ വേണ്ടിയിട്ട് ആളുകൾ വാങ്ങുന്നതിനപ്പുറം തേക്ക് ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ആണ്, കുത്തൂല. അതിനാണ് ഇവിടെ ആർക്കിടെക്ട് തേക്ക് സെലക്ട് ചെയ്തത്. എന്നിട്ട് നിങ്ങളെ വിഷൻ അതിലേക്ക് അഡോപ്റ്റ് ചെയ്യും. പെയിന്റ് അടിക്കണം, പിന്നെ ലോക്കൽ മരം അടിച്ചാൽ പോരാ. ഈ ലോക്കൽ മരം അടിക്കുമ്പോൾ ഇഷ്യൂസ് എന്ന് പറയുന്നത് കുറച്ച് ദിവസം വയനാടിന്റെ ക്ലൈമറ്റിൽ ബെൻഡാവും, പിന്നെ പൊട്ടും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. തേക്ക് എന്ന് പറയുന്നത് ക്വാളിറ്റിക്കാണ്, ഫിനിഷിങ് മാത്രമല്ല. തേക്കിന് പെയിന്റ് അടിച്ചാൽ ഇനി അവർക്കൊരു 25 വർഷത്തേക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. ഈ ലുക്കിൽ തന്നെ കിട്ടും. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. നമ്മള് വലിയ തേക്കിന്റെ വലിയ മരം കൊടുത്തിട്ട് ടൈമ പെയിന്റ് അടിക്കാന്ന് പറഞ്ഞാൽ ആദ്യം ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ എന്താണോ ആർക്കിടെക്ട് കാണുന്ന വിഷൻ, അതിൻ്റെ കൂടെ നിൽക്കാൻ റഹീമൊക്കെ തയ്യാറായപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വിപ്ലവമായിട്ടുള്ള ഒരു ഡോറും ഒരു വീടും സ്വന്തമായി കിട്ടിയതാണ്. ഇതുപോലത്തെ ഒരുപാട് കസ്റ്റമർ കേരളത്തിൽ ഇങ്ങനെ ഉണ്ടല്ലോ. എന്തായാലും അതിൻ്റെ അതിലേക്ക് ഒരു പൊൻതൂവലും കൂടെ ചേർത്ത് വെക്കട്ടെ. ഇതുപോലത്തെ ഒരുപാട് വർക്ക് എടുക്കാൻ സാധിക്കട്ടെ. നിങ്ങൾ ചെയ്ത പല മസ്ജിദുകളും ഇൻസ്റ്റാഗ്രാമിൽ വൈറലാണ്. നിങ്ങൾ ചെയ്ത പല വർക്കുകളും ഇൻസ്റ്റാഗ്രാമിൽ വൈറലാണ്. പ്രകൃതി നസീർഖാനെ ചില ആളുകൾ കണ്ടിട്ടുണ്ടാവില്ല. അതിനാണ് ഞാൻ ഇപ്പോൾ നസീർഖാനെ ലൈവിൽ ഇരുത്തിയിട്ടുള്ളത്. പ്രകൃതി നസീർഖാനെ ക്ലൈൻറ്റുകൾ മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ. നസീർഖാൻ ചെയ്ത വർക്കുകളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ പാറി നടക്കുന്നുണ്ട്. ചില പള്ളികളൊക്കെ ഉണ്ട്. മലപ്പുറം ജില്ലയിൽ തന്നെ ചെയ്തൊരു പള്ളിയൊക്കെ ഉണ്ട്, ഒരു രക്ഷയില്ലാത്ത മസ്ജിദ്. ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടിയിട്ടല്ലോ മസ്ജിദൊക്കെ ചെയ്തിട്ട്. പള്ളികളുടെ കാര്യത്തിൽ വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുള്ള ആളാണ്. ഇതുപോലത്തെ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ പ്രകൃതി ആർക്കിടെക്റ്റുമായിട്ട് ബന്ധപ്പെടാം. സിൽവാനിൽ നിന്ന് ഞങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ആർക്കിടെക്റ്റും കൂടെയാണ്. ഞങ്ങളെ പ്രൊഡക്റ്റ് നല്ല രീതിയിൽ ഉചിതമായിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതാണ്. അത് കണ്ട് സന്തോഷമുണ്ട്. എന്തായാലും ഒരുപാട് ഇതിൻ്റെ ഭാഗമാകാൻ സാധിച്ചു. ഒരുപാട് സന്തോഷം സാറേ. താങ്ക് യു സാർ. താങ്ക് യു റഹീംഖാൻ.